ഹലോ, നമുക്കൊരു മുട്ട ബജി തയ്യാറാക്കിയാലോ? മുട്ട ബജി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, കായപ്പൊടി എന്നിവ ചേർത്ത് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. സവോള നന്നായി വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കാവുന്നതാണ്. ശേഷം പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് കീറി അതിലെ ഉണ്ണിയെല്ലാം വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാ മുട്ടയും അങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. എല്ലാവർക്കും എഗ് ബജി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.